7,000 രൂപ ഒരു വട്ടം. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ലോഗ്. എന്ന് പറഞ്ഞാൽ പള്ളി പെരുന്നാളുണ്ട് കേട്ടോ. നമ്മളെ മാനുവലി തൊട്ടടുത്തായിട്ട് പള്ളി പെരുന്നാളുണ്ട്. ഇന്ന് വൈകുന്നേരം അവിടെ നെയ്ച്ചോറ് എന്തൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞേക്കണേ. നെയ്ച്ചോറ് ബിരിയാണിയോ അങ്ങനെ എന്തൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞേക്കണേ. ഇപ്പോൾ വൈകുന്നേരം ആ പരിപാടി. ഇപ്പോൾ അവിടെ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. വൈകുന്നേരം പരിപാടി പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ വൈകുന്നേരം ഒരു രാത്രി ടൈമാവും. ഒരു 8 മണിയല്ലേ, 8 മണിക്ക് പോകാനാ. ഒരു 8 മണി ആ ടൈം, 7 മണി 8 മണി അപ്പോൾ പോയാൽ നമുക്ക് നെയ്ച്ചോറ് കഴിക്കാം, ബിരിയാണി കഴിക്കാം, എന്തുണ്ടെങ്കിൽ എന്തും കഴിക്കാം. അപ്പോൾ രാത്രി ഒരു 7 മണിയാകുമ്പോൾ പോവാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അപ്പോൾ നമുക്ക് എന്തായാലും പള്ളിപ്പെരുന്നാൾ വെച്ച് കാണാം. ഗൈസ്, നമ്മൾ പോവാൻ വേണ്ടി റെഡിയാകാൻ വേണ്ടി കേട്ടോ. ഇനിയിപ്പോൾ അവിടെ പോയിട്ട് 2 ആൾ കൂട്ടാനുണ്ട്, വിളിക്കാനൊക്കെ ഉണ്ട്. അവരെ വിളിച്ച് അവിടുന്ന് മേലത്തേനും ഓരോരുത്തരും ഇറക്കാനുണ്ട്, പിന്നെ അവിടുന്ന് ഓരോരുത്തരും ഇറക്കാനുണ്ട്. പിന്നെ 2-3 സ്ഥലത്ത് നിന്ന് കുറച്ച് ആൾക്കാരെ ഇറക്കിയിട്ട് നമ്മൾ പോവാനുള്ള സെറ്റപ്പിൽ ഇപ്പോൾ ഇത് മാറ്റണം. ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് പോവാനുള്ള ഒരു ഇതിൽ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ വല്ല സെറ്റായിട്ട് വല്ല ഡ്രസ്സ് മാറ്റി ഉഷാറായിട്ട് ഞാൻ രാവിലെ കുളിച്ചോട്ടെ. ഇനിയിപ്പോൾ കുളിക്കാൻ എനിക്കൊരു അത് പോട്ടെ. ഞാൻ അപ്പോൾ കുളിച്ച് സെറ്റായിട്ട് ഡ്രസ്സായിട്ട് സെറ്റായിട്ട് ഇപ്പോൾ വരാം. ഓക്കെ. അപ്പോൾ ഗൈസ് ഇതാട്ടോ എൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി സെറ്റായിട്ട് ഞങ്ങൾ നേരെ പോകാനുള്ള പുറപ്പാടിലാണ്. അവിടുന്ന് ഒരുത്തേക്ക് കൂട്ടാനുണ്ട്. ഇവിടെ ഒരുത്തേക്ക് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നേരെ അങ്ങോട്ട് പോവുക. അവിടെ എന്താ പറയുക, അവിടെ എന്നിട്ട് അവിടെ കുറച്ച് കഴിഞ്ഞിട്ട് മെഴുതിരി കത്തിയിടാൻ എന്താ അറിയില്ല. എന്നാൽ അത് വേണ്ട, നമുക്ക് അവിടെ പോയിട്ട് മെല്ലെ കുറച്ചേരം അങ്ങോട്ടും കൊണ്ട് നോക്കി നിന്നിട്ട് ബിരിയാണി നെയ്ച്ചോറ് എന്തോ തിന്നിട്ട് ഞാൻ ഇപ്പോൾ കാട്ടിൽ പോയി. ലൈറ്റിൻ്റെ മുഖത്തടിക്കണ കൊണ്ടില്ലേ എനിക്ക് റോഡൊന്നും കാണാൻ പറ്റില്ല. കുറച്ച് ഇരുടയും കൊണ്ട് ഞാൻ ലൈറ്റൊക്കെ നോക്കി നടക്കണതുകൊണ്ട് ഞാൻ ഒരു വട്ടം കാട്ടിൽ പോയി. ഇനി നമുക്ക് നേരെ അവിടെ എത്തിയിട്ട് കാണാം. അല്ല ഇവിടെ നോക്കിയാൽ ഞാൻ പോലെ പാമ്പിൻ്റെ പാലും പോയി ചവിട്ടും. അതാണ് ഒരു ഇത് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ എത്താനുള്ള സ്ഥലത്ത് എത്തിയിട്ട് കേട്ടോ. ഇനിയിപ്പോൾ എനിക്ക് എന്താ അറിയില്ല, എന്താ പറയേണ്ട അറിയില്ല. എന്തായാലും ഞാൻ നിങ്ങൾക്ക് കൊല്ലം കാണിച്ചു തരാം. എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആകാശവും ഭൂമി സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ സന്ധ്യാ നമസ്കാരത്തിലും ധൂപപ്രാർത്ഥനയിലും മധ്യസ്ഥ പ്രാർത്ഥനയിലും ഞങ്ങളോടുകൂടി സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തിപ്പെടുത്തുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങൾക്ക് നിങ്ങളുടെ വാങ്ങിപ്പോയവർക്കും പാപപരിഹാരം നൽകുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധവുമായുള്ളവരെയും ക്രോധമലഹീനങ്ങളുമായുള്ള പ്രാർത്ഥനകൾ അവിടുത്തെ സ്വർഗീയ സിംഹാസനത്തിന് മുമ്പാകെ തീർക്കണമേ. അവിടെ പാട്ട് എന്തൊക്കെയുണ്ട്. ഇവിടെ നമ്മളിപ്പോൾ നോക്കുന്നത് നെയ്ച്ചോറ് എണ്ണയിൽ കൈക്കലാക്കാൻ വേണ്ടി നോക്കുക. നെയ്ച്ചോറ് എണ്ണയിലൊക്കെ കൈക്കലാക്കാൻ വേണ്ടി നോക്കുക. പക്ഷെ അത് പോണില്ലല്ല, കഴിയണില്ല. അപ്പോൾ കഴിച്ച് ഇവിടെ ചണ്ടോട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചണ്ടോട്ട് എടാ വാടാ, അത് തീരും. ചണ്ടോട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അവിടെ പോയി നോട്ടെ, എന്താ അവസ്ഥ അറിയില്ല. നമ്മള് ലൈനൊക്കെ കേട്ടോ ഫുഡ് കഴിക്കാനുള്ള. ഞാൻ പറഞ്ഞില്ലേ നെയ്ച്ചോറ്, ഞങ്ങള് ലൈന് കുറച്ച് അധികം ഉണ്ട്. അക്കരെ വരെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇപ്പൊ തന്നെ ലൈന് നല്ലതാണ്.
നമ്മൾ ടൈം ആകുമ്പോഴത്തേക്കും നമുക്ക് വീട്ടിൽ പോകാൻ പറ്റുള്ളൂ. അതാണ് ഈ തിരക്കിട്ട് ഇങ്ങനെ പോകുന്നത്. അല്ലെങ്കിൽ കുറച്ച് ടൈമൊക്കെ ആയിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ നിന്നായി. അപ്പോൾ കുറച്ച് നേരത്തെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് വേറെ ലൈന് നിൽക്കണം കേട്ടോ. ഏത് സാധനം നോക്ക് കഴിക്കട്ടെ, ഇവിടെ വെക്കാം. നമ്മളിപ്പോ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടേ പിന്നെ കടപ്പാടെ ലേലംവിളി ഉണ്ട്. ലേലംവിളി എന്താ കോഴിയാണോ? കോഴീനെ കാണിക്കണ്ട, എന്താ അറിയില്ല. അതൊക്കെ കാണിച്ചിട്ട് നിങ്ങൾക്ക് ഇതറിയാം. എലി അടി പോയതുണ്ടോ? ഈ കണ്ട പൂവി 360 രൂപ, 360 രൂപ, 400 രൂപ, 410 രൂപ. അപ്പൊ 2 ഐസ്ക്രീം മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് പിന്നെ അലിഞ്ഞു പോയി. ഞാൻ നേരത്തെ മേടിച്ച വെച്ചാ പിന്നെ ചോറ് കഴിക്കാനുള്ള കൊണ്ട് അപ്പൊ തന്നെ ഞാൻ തന്നില്ല. പിന്നെ എന്താ വെച്ചാല് ഞാൻ പോക്കറ്റിൽ ഇട്ട അപ്പൊ ഒക്കെ അലിഞ്ഞു പോയിക്കണ്. ഇപ്പൊ ഇതങ്ങോട്ട് ടേസ്റ്റ് ചെയ്യാൻ ഇത് കുടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ലേലംവിളി കഴിഞ്ഞില്ലെങ്കിൽ അത് പൈതി കാണിച്ചു തരാം. കഴിഞ്ഞോ? 250 രൂപ, 300 രൂപ, 350 രൂപ, 400 രൂപ, 410 രൂപ, 410 രൂപ, 410 രൂപ. ഈ കാണുന്ന പോകുമ്പോൾ 410 രൂപ. ഒന്നര കേട്ടോ 450 രൂപ, 60 രൂപ, 460 രൂപ, 470 രൂപ, 80 രൂപ, 480 രൂപ, 480 രൂപ, 480 രൂപ, 490 രൂപ, 500 രൂപ, 500 രൂപ, 500 രൂപ, 500 രൂപ, 500 രൂപ. അറുപത് രൂപ, 60 രൂപ. ഈ കാണുന്ന കുമ്പളങ്ങ 60 രൂപ, 60 രൂപ, 60 രൂപ, 60 രൂപ, 60 രൂപ കിട്ടില്ല കേട്ടോ. 60 രൂപ. ഈ കാണുന്ന കുമ്പള 80 രൂപ. ഈ കാണുന്ന കുമ്പളങ്ങ 100 രൂപ, 100 രൂപ. ഒന്നര വട്ടം, 2 വട്ടം, 2 വട്ടം, 2 വട്ടം, 100 രൂപ, 100 രൂപ, 6000 രൂപ, 6000 രൂപ ഒരു വട്ടം, 6000 രൂപ, 6000 രൂപ ഒരു വട്ടം. ഈ കാണുന്ന ആട് മുന്നിൽ കുരിശിന്റെ മുന്നിൽ കാണുന്ന ആടിന്റെ വില 6000 രൂപ, 6000 രൂപ, 6000 രൂപ. ഒരു ആട്ടുമുട്ടനെ കൊണ്ട് കെട്ടിയിട്ട് 6000 രൂപ വില പോലും കാണാൻ. രൂപ 7000 രൂപ ഒരു വട്ടം, 7000 രൂപ, 8000 രൂപ, 8000 രൂപ, 8000 രൂപ, 10000 രൂപ ഒരു വട്ടം, 10000 രൂപ, 10000 രൂപ ഒരു വട്ടം, ഒന്നര വട്ടം, 1.25 വട്ടം, 10000 രൂപ, 1 വട്ടം, 1.25 വട്ടം, 2 വട്ടം, 2.25 വട്ടം, 11 രൂപ, 2.25 വട്ടം, 11 രൂപ, 2.5 വട്ടം, 11 രൂപ, 11 രൂപ, 11 രൂപ, 2.25 വട്ടം, 2.25 വട്ടം, 11 രൂപ, 11,500, 11,500, 11,500, 11,500. ഇവിടെ കോയിന് വിളിച്ച 500 രൂപ. അന്നേ 11,500 ഒരു വട്ടം, 1.5 വട്ടം, 1.25 വട്ടം, 11,500. ആട് വിളിക്കുന്ന വിലയാണ് 11,500. 18 കിലോ ഇറച്ചി കിട്ടിയ സാധനം തൂക്കിയാൽ 18 കിലോ ഇറച്ചി കൂട്ടിക്കോളിങ്ങൾ 18,800 കൂട്ടിക്കോളി. 11,500, 11,500, 11,500. 18 കിലോ ഇറച്ചിക്ക് കുടിച്ചോളിങ്ങള്. ബാക്കി തൊലിയും തലയൊക്കെ വേറെ. 18 കിലോ ഇറച്ചിന്റെ വില കൂട്ടിയാൽ മതി. 18,500, 11,500, 11,500 1 കിലോ, 11 കിലോ 100 രൂപ, 150 രൂപ, 150 രൂപ. ഈ കാണുന്ന പാലക്കാട് 150 രൂപ, 150 രൂപ, 150 രൂപ. 70 രൂപ, 70 രൂപ, 70 രൂപ, 70 രൂപ, 80 രൂപ, 80 രൂപ, 100 രൂപ,
100 രൂപ 150 രൂപ 150 രൂപ ഒരു വട്ടം 150 രൂപ ഒന്നര വട്ടം അപ്പൊ തന്നെ ഒരു 10 മണി ഉണ്ടാവും കേട്ടോ. 10 മണി ആയിക്കണ്. ഇപ്പൊ നേരെ വീട്ടിൽ പോവാ, കടന്നുറങ്ങുക. എന്നിട്ട് അതന്നെ ഇന്നത്തെ പരിപാടി. ഇനിയിപ്പോ നേരെ വീട്ടിൽ പോയിട്ട് സംഭവങ്ങളൊക്കെ പറയാം, ലേലം വിളിച്ച അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പറയാം. ഇപ്പോഴവിടെ തേങ്ങേൻ്റെ എന്തൊക്കെയോ ലേലം വിളിക്കുന്നുണ്ട്. നമ്മളതിന് നിന്നില്ല. 10 മണിയാകുമ്പോൾ ചെയ്യും. ഞാൻ വീട് പിടിക്കാനുള്ള ഒരു തിരക്കിൽ നമ്മൾ പോയി വീട്ടിൽ വിളിക്കുന്നുണ്ട്. അപ്പോൾ അവന് നേരെ വിട്ട് നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. വീട്ടിലെത്തി ലേലം വിളീൻ്റെ അതൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് ചോറ് കഴിച്ച് ഇവിടെ നിന്ന് ചോറ് കഴിക്കില്ല. ഇനി നേരെ കടന്നുറങ്ങാം. നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയായിരിക്കുന്നില്ല. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അടുത്ത വ്ളോഗായിട്ട് നാളെ കാണാം. ടാറ്റ, ബൈ ബൈ, സി യു.